ഹലോ എവരി വൺ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ മലപ്പുറത്തെ മിനിയൂട്ടിലെ അടിപൊളിയായിട്ടുള്ള വിശേഷങ്ങളാണ് കേട്ടോ. നമുക്കറിയാം, ഈയിടയ്ക്ക് മിനിയൂട്ടി യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാ സോഷ്യൽ മീഡിയയിലും തരംഗമായിക്കൊണ്ടിരുന്നതാണ്. പ്രത്യേകിച്ചും മിസ്റ്റി ലാൻഡ് പാർക്കിലെ ഗ്ലാസ് ബ്രിഡ്ജാണ് അവിടുത്തെ ഹൈലൈറ്റ്. അതുമാത്രമല്ല, ഒരുപാട് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. മലപ്പുറത്തെ അരിമ്പ്രയിലാണ് മിനിയൂട്ടി ഉള്ളത്. മലപ്പുറം കോഴിക്കോട് റോഡിലൂടെ പോവുകയാണെങ്കിൽ അറവങ്കരയിൽ നിന്ന് 5 കിലോമീറ്റർ കഴിഞ്ഞാൽ നമുക്ക് മിസ്റ്റി ലാൻഡ് പാർക്കിൽ എത്താവുന്നതാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 8 കിലോമീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ മിനിയൂട്ടിയിലേക്ക്. അപ്പോൾ ഞങ്ങൾ ടോപ്പ് വ്യൂവിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നിട്ട് നമുക്ക് മിനിയൂട്ടിയുടെ പച്ചപ്പും കണ്ണെത്താ ദൂരത്തിലുള്ള പ്രകൃതി ഭംഗി ആസ്വദിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ വരുന്നവർ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോകണം. അത്രക്കും മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇവിടെ ഉള്ളത്. നമ്മളിവിടെ ഒരുപാട് തവണ വന്നതുകൊണ്ട് നേരെ മിസ്റ്റി ലാൻഡിലേക്ക് പോവുകയാണ്. നമ്മളിപ്പോൾ മിസ്റ്റി ലാൻഡിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പാർക്കിൻ്റെ ഓരോ ഭാഗങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാം. അങ്ങനെ നമ്മളിതാ മിസ്റ്റി ലാൻഡിൽ എത്തിയിട്ടുണ്ട്. മിസ്റ്റി ലാൻഡിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മിനിയൂട്ടിയുടെ 2 വ്ളോഗാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്തെന്ന് വെച്ചാൽ, ഞങ്ങൾ ഫസ്റ്റ് വന്നപ്പോൾ രാത്രി സമയമായിരുന്നു, ക്ലോസിങ് ടൈമാണ്. അതുകൊണ്ട് കൂടുതൽ കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മറ്റൊരു ദിവസം കൂടെ വന്നു. ആ വീഡിയോയും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മിസ്റ്റി ലാൻഡിൻ്റെ എൻട്രൻസ് ഏരിയ. മിസ്റ്റി ലാൻഡ് നാച്ചുറൽ പാർക്ക് എന്ന് എഴുതിയിട്ടുള്ളൊരു ബോർഡ് നമുക്കിവിടെ കാണാം ഫ്രണ്ടിൽ തന്നെ. ഒരാൾക്ക് എൻട്രി ഫീ എന്ന് പറയുന്നത് 20 രൂപയാണ് കേട്ടോ. മിസ്റ്റി ലാൻഡിനുള്ളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്കിവിടെ ചിൽഡ്രൻസ് പാർക്ക് കാണാം. നമ്മൾ രാത്രിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ രാത്രിയിലെ മിസ്റ്റി ലാൻഡാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇരിക്കാനൊക്കെ ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. ഇതാണ് ഞങ്ങളെ ചുന്ദരി നൈലുമോള്. അവൾക്ക് ഉറക്കം വന്നിട്ടുണ്ട്. ആ കാണുന്നതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. മിസ്റ്റി ലാൻഡിനെ സ്പെഷ്യൽ ആക്കുന്നത്, ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഗ്ലാസ് ബ്രിഡ്ജ് ആണല്ലോ. പക്ഷെ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴേക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ട്. $15 മീറ്ററോളം നീളമുണ്ട് ഈ ബ്രിഡ്ജിന്. 100 രൂപയാണ് ഇവിടുത്തെ എൻട്രി ഫീ എന്ന് പറയുന്നത് കേട്ടോ. ഇത് ഞങ്ങൾ മറ്റൊരു ദിവസം വന്നിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ ഏകദേശം വൈകുന്നേരം സമയത്താണ് വന്നിട്ടുള്ളത്. ഇവിടുത്തെ അടിപൊളി വ്യൂ കാണണമെങ്കിൽ ഒന്നുകിൽ അതിരാവിലെ വരണം സൂര്യോദയം കാണാനായിട്ട്. ആ സമയത്താണ് ഇവിടെ കോടമഞ്ഞുള്ളത്. അല്ലെങ്കിൽ വൈകിട്ട് ഒരു 4 മണിയൊക്കെ ആകുമ്പോഴേക്ക് വരിക സൂര്യാസ്തമയം കാണാൻ. ഈ സമയങ്ങളിലാണ് നമുക്ക് മിനിയൂട്ടിയുടെ ഭംഗി ഒന്നുകൂടെ ആസ്വദിക്കാൻ പറ്റുക. കപ്പിൾസിനായാലും ലവേഴ്സിനായാലും എന്ന് വേണ്ട, കുട്ടികൾക്ക് വരെ വളരെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് മിനിയൂട്ടി. നമുക്ക് ഫാമിലി ആയിട്ട് വന്നിട്ട് തന്നെ ഒരുപാട് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാം. ക്ലോസിങ് ടൈം ആകുന്നവരെ നമുക്കിവിടെ ഇരിക്കാൻ പറ്റും.
ഈ ഒരു സെക്ഷൻ ചിൽഡ്രൻസ് പാർക്കാണ്, കുട്ടികൾക്കായിട്ടുള്ള ഏരിയയാണ്. കുട്ടികൾക്കായിട്ടുള്ള ഒരുപാട് റൈഡ്സ് ഇവിടെ ഉണ്ട്. ഓരോ റൈഡിലും സെപ്പറേറ്റ് ഫീ കൊടുക്കണം. ഇവിടെ എല്ലാത്തിൻ്റെയും ഫീസ് ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ബ്രേക്ക് ഡാൻസ് ആണെങ്കിൽ 40 രൂപയാണ്. അതുപോലെ ബൗൺസി ബലൂൺ അതിൽ 70 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ബലൂൺ റൈഡ്സ് ഒരുപാടുണ്ട്. 70 രൂപ കൊടുത്താൽ മതി. അതുപോലെ ബോട്ടിങ് 30 രൂപയാണ്. ലാസു കളിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചപ്പോൾ വിശക്കുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളൊരു ഹോട്ടലിൽ കയറി ചായ കുടിക്കുകയാണ്. അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും പാർക്കിനുള്ളിലായാലും പുറത്തായാലും ഒരുപാട് ഹോട്ടൽസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളിപ്പോൾ മിറർ മേസിൽ കയറി. ഇവിടെ ഒരാൾക്ക് എൻട്രി ഫീ എന്ന് പറയുന്നത് 30 രൂപയാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവർ പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്ത് തരും ചെയ്യും. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. നൈലുമോളാകെ ഷോക്കായിട്ട് ഇരിക്കുകയാണ്. ലൈറ്റ് ബ്ലിങ്കിങ് ഒക്കെ കണ്ടിട്ട് അവൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 16D സിനിമ നമുക്ക് കാണാം. ഇതിനുള്ളിലെ ഒരുപാട് എഫക്റ്റ് ഇവിടെ പുറത്ത് അവർ കൊടുത്തിട്ടുണ്ട്. ഫോഗ് എഫക്റ്റ്, ലെഗ് ടിക്ലിങ്, വിൻഡ് എഫക്റ്റ്, അങ്ങനെ ഒരുപാട് എഫക്റ്റ് കാണാം. ബിനു ഇതാ കാണാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണ്. എൻ്റെ നാത്തൂനാണ്. ഉമ്മി ലാസും കയറിയില്ല, അവർക്ക് പേടിയെന്ന് പറഞ്ഞ്. മിസ്റ്റി ലാൻഡിൽ ഒരുപാട് പുതിയ അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. അണ്ടർ വാട്ടർ ടണൽ, അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ ഹൊറർ ഹൗസ്, മിനിയൂട്ടി നമുക്ക് മുഴുവനായിട്ട് കാണണമെങ്കിൽ സ്കൈ ലൈൻ, ഇങ്ങനെ ഒരുപാട് അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് വൈകിപ്പോയി. 9 മണിയാകുമ്പോഴേക്കും ഇവിടെ ക്ലോസ്ഡ് ആവും. അപ്പോൾ വരികയാണെങ്കിൽ നമ്മൾ ഒരു 4 മണിയാകുമ്പോഴേക്കും ഇവിടെ തിരിക്കണം. എങ്കിലേ നമുക്ക് മുഴുവനായിട്ട് എല്ലാ വ്യൂസും കാണാൻ പറ്റുള്ളൂ. അടുത്ത് നമ്മൾ പോകുന്നത് മിസ്റ്റി ലാൻഡിൻ്റെ തൊട്ടടുത്തുള്ള പെറ്റ്സ് പാർക്കിലേക്കാണ്. മിസ്റ്റി ലാൻഡിൽ നിന്ന് നമുക്ക് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പെറ്റ്സ് പാർക്കിലുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ കണ്ടു നോക്കാം. പെറ്റ്സ് പാർക്കിലേക്കുള്ള എൻട്രി ഫീ എന്ന് പറയുന്നത് 30 രൂപയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. സെപ്പറേറ്റ് ക്യാഷ് കൊടുക്കണ്ട കേട്ടോ. നമുക്കിവിടെ വലിയൊരു അക്വേറിയം കാണാം. ചെറിയൊരു മീൻകുളം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പല വെറൈറ്റി ആയിട്ടുള്ള പല കളേഴ്സിലുള്ള മീനുകളെ നമുക്കിവിടെ കാണാം. നമുക്ക് മീനുകൾക്ക് തീറ്റ കൊടുക്കാം. ഇങ്ങനെ കയ്യൊക്കെ ഇട്ടാൽ ഇക്കിളിയാക്കും കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആണിത്. ഇവിടെ നമുക്ക് ഒരുപാട് അക്വേറിയങ്ങൾ കാണാൻ പറ്റും കേട്ടോ. നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഫിഷസാണ് നമുക്ക് കാണാൻ പറ്റുക. അത്രയും ക്യൂട്ടായിട്ടുള്ള ഫിഷസാണ്. അപ്പോൾ ഞാൻ വിൽപ്പനക്ക് കൊടുക്കുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ തൽക്കാലം ഇവർ കൊടുക്കുന്നില്ല. ഒരു 2 മാസമൊക്കെ കഴിഞ്ഞാൽ വിൽക്കാൻ വേണ്ടി വെക്കുമെന്നാണ് പറഞ്ഞത്. ഇനി ഇവിടെ മറ്റൊരു ഭാഗത്തായിട്ട് ആമുള്ളൊരു കുളം കാണാം. ആ കുളത്തിൽ തന്നെ വലിയ മീനായിട്ടുള്ള അരാപ്പൈമയുണ്ട്. പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ തത്തകളാണ് കേട്ടോ. വളരെ ക്യൂട്ടായിട്ടുള്ള പല കളർഫുള്ളായിട്ടുള്ള തത്തകളെ നമുക്കിവിടെ കാണാം. ഇതിനുള്ളിലേക്ക് പോകണമെങ്കിൽ എൻട്രി ഫീ ഉണ്ട് കേട്ടോ. 20 രൂപയാണ്. ഇതുപോലെ നമുക്ക് തോളത്തും തലയിലൊക്കെ ഇരുത്തിയിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. പിന്നെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് പക്ഷികളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അതുകൂടാതെ കിഡ്സ് പാർക്ക്, കുതിര സവാരി, ഒട്ടക സവാരി എല്ലാം ഈ പാർക്കിലുണ്ട്.
കൊണ്ടടാ ഇങ്ങോട്ട് കൊണ്ടുവരടാ, ഇങ്ങോട്ട് കൊണ്ടുവരടാ. കുഞ്ഞെലിക്കുട്ടികളാണ് ലാസു, കുഞ്ഞെലിക്കുട്ടികൾ കണ്ടാ. കുറച്ച് വിട്ടിക്ക് നിൽക്ക്, ഇപ്പൊ കാണാം കണ്ടാ. ഇവിടെ രണ്ട് ഭംഗിയുള്ള തത്തകളൊക്കെ ഉണ്ടോ. ഇത് ആഫ്രിക്കൻ തത്തകളാണെന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത്. പാവങ്ങളാണ്, ഈ ഇരുത്തം രാവിലെ തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ. ഇതിനിടയ്ക്ക് ഒരു കുതിര കയറും പൊട്ടിച്ച് ഓടി. അതിനെ ദാഹിച്ചിട്ടാണെന്ന് തോന്നുന്നു. വാട്ടർ ബോട്ടിലുള്ള സ്ഥലത്തേക്കാണ് പോയിട്ടുള്ളത്. അയാൾ വല്ല തീ പോണ്ട്, ചിലപ്പോൾ ചവിട്ടിട്ടും മണിക്ക്. കുതിര കയറ് പൊട്ടിച്ച്. ലാസു നോക്കടാ. ഇവിടെ തന്നെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു മറ്റൊരു ഏരിയ ആണ് ഇത്. ഇത് മരം കൊണ്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. പാനിപൂരി അങ്ങനെ ഞങ്ങൾ പെറ്റ്സ് പാർക്കിലുള്ള കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് പാനിപൂരി വിൽക്കുന്നത് കണ്ടത്. എൻ്റെ ഫേവറേറ്റ് ആണ് പാനിപൂരി. എരിയൊന്നുമില്ല, മധുരത്തിൻ്റെ ഉണ്ട് കേട്ടോ. മധുരണ്ട്. ആയോ എങ്ങനെയുണ്ട് ഷാറ? എന്തേ എരിവുണ്ടോ? എരിവോ? വലിയ നമ്മളെ ലാസു പാനിപൂരി തിന്നാണ്. ഒക്കെ വായിക്കിടണം, അത് കളയരുത്. കാണാനായിട്ട് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കല്ലുകൾ. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് പെറ്റ്സ് പാർക്കിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പാർക്കിലേക്കാണ്. ഒരു ഫാമിലി പാർക്കാണ്. വിൻഡി മൗണ്ട് ഫാമിലി പാർക്കിലേക്കാണ് പോകുന്നത്. ഇവിടുത്തെ എൻട്രി ഫീ എന്ന് പറയുന്നത് 20 രൂപയാണ് കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇത് 2 പ്രാവശ്യം ഞങ്ങൾ വന്നിട്ടുള്ള വ്ളോഗാണ് കേട്ടോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരുപാട് റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്കമിങ് ആയിട്ടുള്ള റൈഡ്സും ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർക്കാണ്. അപ്പോൾ ഇതൊക്കെയാണ് മിനി ഊട്ടിയിലെ വിശേഷങ്ങൾ. നിങ്ങൾ ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ എന്തായാലും വെറുതെ ആകില്ല, ഒരു തവണയെങ്കിലും വിസിറ്റ് ചെയ്യണം. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന പച്ചപ്പും മലകളും അതുപോലെ തന്നെ കോടമഞ്ഞും കൊണ്ട് മൂടിക്കിടക്കുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് മിനി ഊട്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.